എവിടെയെങ്കിലും മനസ്സിന് സമാനമായ വിഷയത്തിൽ മുറിവേറ്റിട്ടുണ്ടെങ്കിൽ ആ മുറിവിന് സൗഖ്യം കിട്ടാത്തിടത്തോളം കാലം അതിലൂടെ കടന്നു വന്ന ആ മുറിവിൽ നിൽക്കുന്ന തിന്മ നിന്നെ എന്നും എക്കാലവും അടിമയാക്കി വെക്കും. അതുകൊണ്ടാണ് വചനം പറഞ്ഞത്, പഴയ മനുഷ്യനെ ദൂരെ അറിഞ്ഞാൽ മാത്രം പോരാ, മനസ്സ് നവീകരിക്കപ്പെടേണ്ടതുണ്ട്, ഓർമ്മകൾ വിശുദ്ധീകരിക്കപ്പെടേണ്ടതുണ്ട്, ഓർമ്മകൾക്ക് സൗഖ്യം കിട്ടേണ്ടതുണ്ട്. മനസ്സിന് മുറിവേറ്റ ഓർമ്മകൾ, അത് ആരും സ്നേഹിക്കുന്നില്ല എന്നുള്ള ചിന്തകൾ, ഓർമ്മകൾ, അതൊക്കെ മനസ്സിൽ വന്നിട്ടാണ് ഇന്ന് ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയത്. എന്റെ ഭർത്താവിന്റെ സ്നേഹം കിട്ടുന്നില്ല, ഭാര്യ അപ്പന്റെ സ്നേഹമില്ല, അമ്മയുടെ സ്നേഹമില്ല, കുടുംബങ്ങൾ ആരും എന്നെ സ്നേഹിക്കുന്നില്ല, ഞാൻ കടന്നു പോകുന്ന കഷ്ടപ്പാടും വേദനയൊന്നും ആരും എന്നെ മനസ്സിലാക്കുന്നില്ല എന്നുള്ള ചിന്ത, ആ മനസ്സിനേറ്റ മുറിവ് ഇപ്പൊ എത്തി നിൽക്കുന്നതിനെന്നറിയാവോ? വേറെ ഒരു ചിന്തയും നൽകിയത്തില്ല. ചാകണം എന്നുള്ള ഒറ്റ ചിന്തകൾ, ആത്മഹത്യ എന്നുള്ള ഒറ്റ ചിന്ത. ഈ ചിന്ത വിടാതെ കിടക്കുന്നത് കാരണം എന്താണോ? മനസ്സിന് സൗഖ്യം കിട്ടിയിട്ടില്ല, ഇന്നത് അടിമത്തത്തിൽ എത്തിച്ചിരിക്കുക. അപ്പോ മനസ്സിന് സൗഖ്യം കിട്ടാത്തിടത്തോളം കാലം ഈ ചിന്ത മരിക്കുന്നത് വരെ നിന്നെ ഫോളോ ചെയ്യും, അല്ലെങ്കിൽ നിന്നെ കൊല്ലുന്നത് വരെ, നശിപ്പിക്കുന്നത് വരെ ഫോളോ ചെയ്യും. മനസ്സിന് മുറിവേൽക്കുന്ന ഒരു അനുഭവം ജീവിതത്തിൽ വരുമ്പോൾ ആ അനുഭവത്തെ ദൈവസ്നേഹത്തിൽ അല്ല സ്വീകരിക്കുന്നതെങ്കിൽ അതിലൂടെ പിശാചിന് എൻട്രി എടുക്കാൻ പറ്റും. അപ്പൊ മനസ്സിനേൽക്കുന്ന എല്ലാ മുറിവുകളും ദൈവസ്നേഹത്തിൽ സൗഖ്യമെടുത്താണ് നമ്മൾ സ്വീകരിക്കേണ്ടത്.